everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 23rd lecture on Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about capital gains on compulsory acquisition of land and buildings, which comes under section 54D of Income Tax Act 1961. And this is a head which comes under capital gains exempt from tax. And in this lecture, we are going to discuss a problem under the same head, that is capital gains on compulsory acquisition of land and buildings, which comes under section 54D of Income Tax Act 1961. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹിന്ദുസ്ഥാൻ കെമിക്കൽസ് ലിമിറ്റഡ് ഹാസ് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻ വെസ്റ്റ് ബംഗാൾ. ദ കമ്പനി ഹാഡ് എ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ 2001-2 used for industrial purposes. The building was acquired by the West Bengal government on 1st June 2019 for rupees 12 lakhs. ഹിന്ദുസ്ഥാൻ കെമിക്കൽസ് ലിമിറ്റഡിന് വെസ്റ്റ് ബംഗാളിൽ ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഉണ്ട്. ആൻഡ് ഈ കമ്പനിക്ക് 2001-2 എന്ന ഇയറിൽ ഇൻഡസ്ട്രിയൽ പർപ്പസസിനായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിംഗ് 1st June 2019 വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് 12 lakhs rupeesന് അക്യൂർ ചെയ്തു. The written down value of the building on 1/4/2019 was rupees 7,50,000. The company constructed another building for the same purpose in March 2020 at a cost of rupees 6 lakhs. Determine the taxable capital gains for the year 2019-20. ഈ അക്യൂർ ചെയ്ത ബിൽഡിങ്ങിൻ്റെ 1/4/2019 റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 7,50,000 rupees ആണ്. ആൻഡ് കമ്പനി മാർച്ച് 2020 6 lakhs rupees എന്ന കോസ്റ്റിന് ഇതേ സെയിം പർപ്പസിനായി, അതായത് ഇൻഡസ്ട്രിയൽ പർപ്പസിനായി തന്നെ മറ്റൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ആൻഡ് ഇത്രയും ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് 2019-20 എന്ന ഇയറിലെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് കമ്പ്യൂട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസറിലേക്ക് വരാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20. ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെ 2019-20 എന്ന പ്രീവിയസ് ഇയറിലെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കമ്പ്യൂട്ടേഷനിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ പഠിച്ചതുപോലെ ആദ്യം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഇവിടെ വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഈ ബിൽഡിങ് അക്യൂർ ചെയ്തപ്പോൾ ലഭിച്ച കോമ്പൻസേഷൻ എത്രയാണോ ആ കോമ്പൻസേഷനാണ് ഇവിടുത്തെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ആൻഡ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഈസ് rupees 12 lakhs. സോ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ കോമ്പൻസേഷൻ റിസീവ്ഡ് rupees 12 lakhs. നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അറിയാം ഇതൊരു കമ്പൽസറി അക്വിസിഷൻ്റെ പ്രോബ്ലം ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിൽ പറയുന്ന അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കൊടുത്തിട്ടുണ്ട്, വിച്ച് മീൻസ് ഇതൊരു ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്. ആൻഡ് ഈ അസറ്റിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് റിട്ടേൺ ഡൗൺ മെത്തേഡിലാണ്. ആൻഡ് 1/4/2019 ഈ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ rupees 7,50,000 ആണെന്നും തന്നിട്ടുണ്ട്. 1/4/2019 റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതായത് ഏത് പ്രീവിയസ് ഇയറിലേക്കാണോ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ആ പ്രീവിയസ് ഇയറിലെ ബിൽഡിങ്ങിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ഈ ഒരു കേസിൽ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നതിനായി ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ഈ ബിൽഡിങ്ങിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ ലെസ് ചെയ്താൽ മതിയാകും. ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ 1/4/2019 7,50,000 rupees വാല്യൂ ഉള്ള ബിൽഡിംഗ്, അതായത് 2019-20 പ്രീവിയസ് ഇയറിൽ 7,50,000 rupees റിട്ടേൺ ഡൗൺ വാല്യൂ ഉള്ള ബിൽഡിംഗ് ആണ് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് 12 lakhs rupeesന് അക്യൂർ ചെയ്തത്. അതായത് റിട്ടേൺ ഡൗൺ വാല്യൂവിനേക്കാളും കൂടുതലാണ് റിസീവ് ചെയ്ത കോമ്പൻസേഷൻ. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ബിൽഡിംഗ് ലെസ് ചെയ്യുമ്പോൾ അവിടെ ലഭിക്കുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ ഗെയിൻ. ആൻഡ് ഡിപ്രിഷ്യബിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. സോ ഇവിടെ ലഭിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ടായ 4,50,000 rupees എന്ന് പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്ലിയർ? 54D പ്രകാരം ലാൻഡോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിന് ലഭിക്കുന്ന എക്സംഷൻ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ പുതിയ ഒരു ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റിൻ്റെ എക്സ്റ്റെൻറ്റോ
അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന കോസ്റ്റിൻ്റെ എക്സ്റ്റെൻറ്റോ വരെയായിരിക്കും. ആൻഡ് പ്രിസ്ക്രൈബ്ഡ് പീരീഡ് എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം, 1 ജൂൺ 2019 വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ബിൽഡിംഗ് അക്യൂർ ചെയ്യുന്നത്. ആൻഡ് കമ്പനി മറ്റൊരു ബിൽഡിംഗ് സെയിം പർപ്പസിനായിട്ട് മാർച്ച് 2020 കൺസ്ട്രക്ട് ചെയ്യുന്നു. വിച്ച് മീൻസ് പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ ഒരു ന്യൂ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. സെക്ഷൻ 54D പ്രകാരമുള്ള എക്സെംഷൻ ലഭിക്കുന്നത് പുതിയതായി കൺസ്ട്രക്ട് ചെയ്ത് ഈ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എത്രയാണോ ആ എക്സ്റ്റെൻറ്റ് വരെ ആയിരിക്കും. നമുക്ക് നോക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു, ₹4,50,000. അതിൽ നിന്നും ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ട് പുതിയതായി കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്, അത് ക്വസ്റ്റ്യനിലുണ്ട്, 6 lakhs rupees ആണ്. ഈ 6 lakhs rupeesനും എക്സെംഷൻ ലഭിക്കും. ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ എമൗണ്ട് ₹4,50,000 ആണ്. ആൻഡ് സെക്ഷൻ 54D പ്രകാരമുള്ള എക്സെംഷൻ്റെ എമൗണ്ട് 6 lakhs rupees ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ നില്ലാണ്. ബിക്കോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനായ 4,50,000 നിന്നും സെക്ഷൻ 54D പ്രകാരമുള്ള 6 lakhs rupees ആണ് ലെസ് ചെയ്യേണ്ടത്. സോ കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിനും എക്സെംഷൻ ലഭിക്കുന്നു. ക്ലിയർ? Hope you all understand this problem. Thank you.